ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ഏത് ദേവാലയങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പരിശീലിപ്പിക്കുന്നുവോ ആ ദേവാലയങ്ങളിലെ അംഗങ്ങളായി നിങ്ങളുടെ മക്കൾ മാറും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. ജ്ഞാനായ ഇടവകയിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതെങ്കിൽ അവർ ജ്ഞാനായ ഇടവകങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹലോ, ലോകത്തിലുള്ള എല്ലാ ജ്ഞാനായ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ ഇൻഫന്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് മിഷൻ ബർത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിലാണ്. അപ്പം ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിലിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എന്നാ സംസാരിക്കാനുള്ളത്, ഇതിൽ നിന്ന് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആകെ ഒരൊറ്റ ഇത് മാത്രമാണ്. മിഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനായ പിതാവിനെയും അച്ഛന്മാരെയും കുറ്റം പറഞ്ഞു നടക്കുന്നവർ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. നാളെ നിങ്ങളുടെ കുട്ടികൾ തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത്. അപ്പം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് ലോകത്തിലുള്ള എല്ലാ ജ്ഞാനക്കാരെയും ആലമാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനോജ് ആദപ്പള്ളി. അച്ഛാ, KCMB-യുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് വന്ന ഒരു 7 മാസം കഴിഞ്ഞു. അച്ഛൻ എനിക്ക് വന്ന വിദേശത്തേക്ക് വന്ന ആദ്യത്തെ രാജ്യമാണിത്. അപ്പോൾ അത് നമ്മുടെ ദൈവാനുഗ്രഹത്താൽ നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ അപ്പോൾ ഇൻഫന്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് മിഷൻ്റെ അച്ഛനായിട്ടാണ് നമ്മുടെ ജോസഫ് അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛനെ ഞങ്ങൾക്ക് ഒരു സ്വന്തം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു മാതൃക ഇടവകയിലുള്ള ഒരു അച്ഛനെ പോലെ തന്നെ, അച്ഛൻ നമ്മുടെ സ്വന്തം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നമ്മളെല്ലാവരും നമ്മുടെ ഇടവക സമൂഹം മുഴുവൻ അങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നമ്മളെ പറ്റി, ഇവിടെയുള്ള സമൂഹത്തെ പറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പറ്റിയും ജ്ഞാനായതെ പറ്റി അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. 7 മാസമായി ഞാനിവിടെ വന്നിട്ട്. നമ്മുടെ ഇടവകയുടെ അല്ലെങ്കിൽ പ്രായവും ഏകദേശം ഒരു 7 മാസമാണ്. അതിനു മുമ്പ് 1 വർഷത്തോളം മാസത്തിൽ ഒരിക്കൽ ഒരു വിശുദ്ധ കുർബാന എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് ഈ മിഷൻ ഔദ്യോഗികമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് തൊട്ട് ഒരു 7 മാസത്തോളം കഴിഞ്ഞു, 7-8 മാസത്തോളമായി നമ്മളിവിടെ ആയിട്ട്. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്, അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കാരണം ഈ 7 മാസം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയുണ്ട്. അതിലെ ഭാഗഭാഗിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മുതിർന്നവരും യുവജനങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ പള്ളി തുടങ്ങിയതിൻ്റെ ഏറ്റവും നല്ല അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു, ഇപ്പോഴും അത് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. അതുപോലെ വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ കാറ്റക്കിസം എന്ന് പറയുന്നത് അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് പഠിപ്പിക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്ന നമ്മുടെ ആളുകൾ, അവരതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് എല്ലാ ഞായറാഴ്ചകളിലും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നു. കുഞ്ഞുങ്ങളും സന്തോഷത്തോടു കൂടി വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുവാനായിട്ട് വരുന്നു. ഇതൊക്കെ നമ്മുടെ ഇടവകയുടെ ഒരു വളർച്ചയാണ്. ഇതുമാത്രമല്ല, മറ്റു പലതരത്തിലുമുള്ള സംഘടനകൾ, ഭക്ത സംഘടനകളുമൊക്കെ നമ്മൾ ഇടവകയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ഇടവകയെ കൂടുതൽ മെച്ചപ്പെടുത്തലിലേക്ക് അല്ലെങ്കിൽ ഇനിയും വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ, ഒരുപക്ഷെ ഈ 67 ഫാമിലി എങ്ങനെ ഈ ഒരു ചെറിയ ഇടവക മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആ ഭയത്തിന് സ്ഥാനമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഈ നിലവിലെ ഒരു ഇതനുസരിച്ച് 2.5 വർഷത്തേക്ക് നമുക്ക് സുഗമമായി പോകുവാനുള്ള ഒരു സാമ്പത്തിക അടിത്തറ നമുക്ക് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. പിന്നെ വളരെ വലിയ ദൈവാനുഗ്രഹം. അപ്പം ഈ ഒരു 7 മാസത്തിനകം തന്നെ നമുക്കൊരു 2.5 വർഷത്തിലേക്കുള്ളത് നമുക്കിപ്പോൾ തന്നെ കരുതി വെക്കാൻ സാധിച്ചു എന്നുള്ളത് അത് നമ്മുടെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. അപ്പം അത് ഒക്കെ നമ്മുടെ ഇടവകയുടെ വളർച്ചയിലേക്ക് നീങ്ങുന്നതാണ്. ഇപ്പോൾ 2ാമത്തെ പെരുന്നാൾ നമുക്ക് അടുത്ത് വരികയാണ്. ഈ ഒരു കുറഞ്ഞ അതും അഭിവന്ധ്യ മുലക്കാട്ട് പിതാവ് വന്ന് പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഓർത്തതല്ല ഇങ്ങനെ ഒരു സംഭവം പ്രാക്ടിക്കലായിട്ട് വരുന്നു. അച്ഛൻ വന്നതിന് ശേഷം ഞാൻ ആലോചിക്കുമായിരുന്നു എന്തെല്ലാം സംഭവം. മാതൃവേദി അല്ലേ, മാതൃവേദി, വേദപാഠം, അതുപോലെ മാത്രമല്ല എല്ലാവർക്കും ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ തന്നെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം
ഇപ്പം ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പള്ളിയിലേക്ക് വരണമെന്ന്. ഇപ്പം എന്നെക്കാട്ടി ഇൻട്രസ്റ്റ് സത്യം പറയാനല്ലോ അത് പിള്ളേർക്കാണ്. അത് അച്ഛനെ പ്രത്യേകം നന്ദി പറയുന്ന ആ കാര്യത്തിൽ. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടവക തുടങ്ങിയത് കൊണ്ടുള്ള ആ ഒരു മെച്ചമാണ്. അപ്പം അച്ഛൻ നമ്മളിപ്പോൾ 60ഓളം രാജ്യങ്ങളിൽ നമ്മൾ ജ്ഞാനായക്കാർ കുടിയേറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നാട്ടിൽ നമ്മുടെ ഇടവക ജനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിദേശങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ജ്ഞാനായയുടെ ഫ്യൂച്ചർ അച്ഛൻ എങ്ങനെ വിലയിരുത്തുന്നു അതിനെപ്പറ്റി? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടിയേറ്റം, നമ്മളൊരു കുടിയേറ്റ ജനതയാണ്, എപ്പോഴും കുടിയേറ്റം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേരളത്തിലോട്ടുള്ളതും നമ്മുടെ ഒരു കുടിയേറ്റമായിരുന്നു. അവിടെ നിന്നും പല രാജ്യങ്ങളിലേക്ക്, ഏകദേശം 60-ലധികം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കുടിയേറി ഇരിക്കുന്നുണ്ട്. അത്രയും നമ്മുടെ ആളുകളുടെ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ ഭാവി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ മിഷനുകൾ അല്ലെങ്കിൽ വിദേശ ജ്ഞാനായ ഇടവകളുടെ പ്രാധാന്യം അവിടെയാണ് കൂടുതൽ കടന്നു വരുന്നത്. കാരണം നമുക്ക് ഒന്നിച്ച് നിൽക്കുവാനും ഒരുമിച്ച് ഒരു അൾത്താരയുടെ ചുറ്റും കൂടി നിന്ന് ബലിയർപ്പണം വഴിയാണ് നമ്മുടെ സമുദായം നാട്ടിലും എല്ലായിടത്തും വളർന്നു വന്നത്. എവിടെ പോയാലും അവിടെ ദേവാലയം സ്ഥാപിക്കുകയും അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ ദേവാലയത്തോട് ചുറ്റിപ്പറ്റിയ ഒരു ജീവിതമായിരുന്നു നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും, നമ്മൾ ഈ ജ്ഞാനായക്കാരെന്ന വാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് അഞ്ചര പള്ളിക്കാരെന്നാണ്. കാരണം നമുക്ക് സ്വന്തമായി 5 പള്ളികളും പല പള്ളികളിലും അരയവകാശങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പള്ളി കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചിരുന്നത്. അഞ്ചര പള്ളിക്കാരെന്നറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ജനമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലാണ് ഇനി നമ്മളുടെ സമുദായത്തിന്റെ വളർച്ച ഭാവി എന്ന് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ എത്രയോ പള്ളികളായി നമുക്ക് ഇതിനോടകം തന്നെ. അപ്പം അതിൻ്റെതായ വളർച്ചയും അതിൻ്റെതായ പാരമ്പര്യത്തിന്റെ കൈമാറ്റവും അമേരിക്കയിലൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഓസ്ട്രേലിയ, UK, കാനഡ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഇതിന് നമ്മളും വളർത്തിയെടുക്കേണ്ടത് വളർത്തിയെടുക്കുക എന്നുള്ളത് അൽമേരുടെ ആവശ്യമാണ്. പിന്നെ നമ്മുടെ അച്ഛൻ്റെയോ പിതാവിൻ്റെയോ ആവശ്യമല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇത് അച്ഛനോ പിതാവിനോ അല്ല വേണ്ടത്, കുട്ടികളുള്ളത് അൽമേർക്കാണ്. അതെ അതെ, നമ്മുടെ കുട്ടികളെയാണല്ലോ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ പണ്ട് അമേരിക്കയിൽ വന്ന ആദ്യം പോയ തലമുറ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവർ ഈ ജ്ഞാനായതൊന്നും മുൻതൂക്കം കൊടുക്കാതെ അവർ ഈ അസോസിയേഷനും ഇതൊക്കെ ചെയ്ത് അവരുടെ തലമുറ പല ഇതിലേക്ക് കല്യാണം ചെയ്ത് അങ്ങനെയൊക്കെ പോയി. ഇപ്പോൾ ഉള്ള ഈ മിഷനും ഇതൊക്കെ വന്നതിൽ പിന്നെ അവിടെ നമ്മുടെ ജ്ഞാനായതയ്ക്ക് വളരെ വളർച്ചയാണ്. ഒത്തിരി നമ്മുടെ ജ്ഞാനായക്കാർ തന്നെ കല്യാണം കഴിക്കുന്നു. അതൊക്കെ മിഷൻ വന്നതിന് ശേഷമാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു അസോസിയേഷൻ സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരു വേറെ പള്ളികളിലും പോയി ഇങ്ങനെ നമ്മുടെ ഇതിവിടെ കൊണ്ടങ്ങ് തീർന്നാണ്. അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലുള്ളവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെയുള്ളവരോട് ചോദിച്ചാൽ അറിയുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ മറ്റൊരു കാര്യം, മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പം മാതൃ ഇടവക, അത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മാതൃ ഇടവക എന്ന് പറയുന്നത് മാതൃ ഇടവകയോടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ അഭിമന്യ പിതാവ് സർക്കുലറിലൂടെ എഴുതി അറിയിച്ചിട്ടുള്ള ഒന്നാണ്. ഒരുപക്ഷെ പലരും ആ സർക്കുലർ കത്തിച്ച് കളഞ്ഞതായിട്ടൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എനിക്ക് തോന്നുന്നു അവരതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിച്ചിരുന്നെങ്കിൽ അവരത് കത്തിച്ച് കളയുകയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ റിട്ടേൺ ആയിട്ട് പിതാവ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടുന്നില്ല എന്ന്. അത് ഒരു വശം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനോജേട്ടായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ വന്നിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് 12 വർഷം. ഇവിടുത്തെ സിറ്റിസൺ ആണോ? അതെ, ഇവിടുത്തെ സിറ്റിസൺ ആണ്. മനോജേട്ടയുടെ ഇടവക ഒടയഞ്ചാലാണ്. മനോജേട്ടായിക്ക് 2 പിള്ളേരാണ്, ജോഷും മരിയായും. അപ്പം ഈ ജോഷിനോടും മരിയായോടും ചോദിച്ചാൽ ഒരുപക്ഷെ അവർ പറയും ഒടയഞ്ചാലാണ് ഞങ്ങളുടെ നാട്, അല്ലെങ്കിൽ പപ്പായുടെ നാട് എന്ന് പറയും അല്ലെ, പപ്പായുടെ നാട് എന്ന് പറയും. അവരുടെ നാടെന്ന് അവർ ഒരിക്കലും പറയില്ല. അപ്പം നമ്മളിപ്പോഴും മാതൃഇടവകയാണ് എന്ന് പറയുമ്പോൾ ചേട്ടായുടെ മാതൃഇടവക ഒടയഞ്ചാനാണ്. പക്ഷെ പിള്ളേരങ്ങനെ അത് പരിഗണിക്കണം എന്നില്ല. ഒരുപക്ഷെ ചേട്ടായിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാട് ഒടയഞ്ചാല്, ഇടയ്ക്കൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ പോകണമെന്നില്ല. ഇവിടെയുള്ള എനിക്കൊന്ന് 90-ലധികം ആളുകളും ഇവിടുത്തെ സിറ്റിസൺസ് ആണ്. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ നാടിനോട് അവർക്ക് ജനിച്ചു വളർന്നത് കൊണ്ടുള്ളൊരു സ്നേഹം കാണും. പക്ഷെ അവരുടെ മക്കൾക്ക് അത് ഉണ്ടാകണം. അപ്പം ഇപ്പോൾ നിങ്ങളുടെ മക്കൾ
ഞങ്ങളുടെ മാതൃകടവകയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അവർ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇവിടെ ഈ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഏത് ഇടവകയിലാണ് അവരെ കൊണ്ടുപോകുന്നത്, ആ ഇടവകക്കാരായിട്ട് അവർ മാറുമെന്നുള്ളതാണ് സത്യം. കറക്റ്റ് കാര്യം. അവർ നാട്ടിലെ ഇടവകയിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്കോ തിരിച്ചു പോകാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ അവരെ കൊണ്ടുപോകുന്നു ആ ഇടവകക്കാരായിട്ട് അവർ മാറുമെന്നുള്ളത് ഉറപ്പാണ്. ജ്ഞാനായ പള്ളികളിൽ കൊണ്ടുവന്നാൽ അവർ ജ്ഞാനായക്കാരായിട്ട് തുടരും. മറ്റു പള്ളികളിൽ കൊണ്ടുപോയാൽ മറ്റ് ഇടവകക്കാരായിട്ട് അവർ മാറ്റപ്പെടും. ഇതാണ് നമ്മൾ എന്നും ഭയക്കുന്ന കാര്യം. നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയങ്ങളോട് ചേർന്നുള്ളതാണ്, ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെയും യഥാർത്ഥത്തിലുള്ള വസ്തുത ഇതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ജ്ഞാനായ പള്ളികളിൽ തന്നെ കൊണ്ടുവരുവാനും നമ്മുടെ വിശ്വാസമാണ് എപ്പോഴും ആദ്യം, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളും കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള നമ്മുടെ ഭാവി കൂടുതൽ ശുഭമായി തീരുന്നത്. ഇനിയുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ ഭാവി വിദേശങ്ങളിലാണ് കൂടുതൽ. നാടിനെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതല്ല, പക്ഷെ നാട്ടിലുമുണ്ട്. എന്നാൽ അതിലുപരി വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷേ നമ്മുടെ മക്കളെ നമ്മുടെ ജ്ഞാനായ പള്ളികളോട് ചേർത്ത് വളർത്തുന്നതിലാണ് അതിൻ്റെ നമുക്കുള്ള സംവിധാനം ഇപ്പം മിഷൻ സംവിധാനം മാത്രമാണ്. അപ്പോൾ ഇതിൽ വരാതെ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതം തീർക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും. അപ്പോൾ ആ സമയത്തേക്ക് ചിലപ്പം വരാൻ പോകുന്നതിനാ ചിലോ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞത് ഇവരുടെയൊക്കെ പിള്ളേർ തന്നെ ഇവരെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരും. കാരണം ഇത്ര അവസരം ഉണ്ടായിട്ട് ഞങ്ങളെ ഇതിലേക്ക് ഈ കാരണന്മാർ കൊണ്ടുപോയില്ലല്ലോ. അമേരിക്ക സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, 100% ഞാൻ എഗ്രി ചെയ്തു. നമുക്ക് ഇവിടെയുള്ള സംവിധാനം നമ്മുടെ പിള്ളേരുടെ മാതൃ ഇടവക ആയി വരേണ്ടത് നമ്മുടെ ഇവിടെയുള്ള പള്ളികളാണ്. ഇപ്പം ജോഷിനോടും മരിയയോടും നിന്റെ ഇടവക ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാത്തലിക് മിഷനാന്ന് പറയും. പിള്ളേർ വേറെ ഒന്നും ഇപ്പൊ സൺഡേ ചിന്തിക്കുന്നില്ല, ഈ പള്ളിയിലേക്ക് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പണ്ടാണെങ്കിൽ നമ്മൾ കാനിവേൽ പള്ളി ഇതാണ് അതിന്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഏത് പള്ളി പോകണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു പണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പള്ളി പണ്ട് ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഏത് പള്ളി പോകണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ശനിയാഴ്ച പോകും, ചിലപ്പോൾ ഞായറാഴ്ച പോകും. ഇപ്പൊ അതൊന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അച്ഛൻ ഇപ്പം പലരും ഇപ്പം കോട്ടയം രൂപത അല്ലെങ്കിൽ സീറോ മലബാർ ഇങ്ങനെ രണ്ടായിട്ട് പറയുന്നു. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണേണ്ടതാണോ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിൽ വ്യത്യാസവുമുണ്ട്. എന്നാൽ ഇത് ഒന്നിച്ച് പോകേണ്ടതുമാണ് എന്നുള്ളതാണ് കാര്യം. അതിലെനിക്ക് പറയാനുള്ളത്, കോട്ടയം രൂപതയും സീറോ മലബാർ സഭയും, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയും സീറോ മലബാർ സഭയും, അല്ലെങ്കിൽ എറണാകുളം രൂപതയും സീറോ മലബാർ സഭയും, അങ്ങനെ ഒരു കാര്യമില്ല. ഈ 35ഓളം രൂപതകൾ കൂടിച്ചേരുന്നതാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്നത്. അല്ലാതെ സീറോ മലബാർ സഭ എന്നൊരു സംഭവം വേറെ ഇല്ല. അതേസമയം കോട്ടയം അതിരൂപത എന്ന് പറയുന്നത് അതിലൊരു രൂപതയാണ്. അതിൽ ഇതുപോലെ മറ്റ് 34ഓളം രൂപതകൾ വേറെയുണ്ട്. ഓരോരുത്തരും ഓരോ രൂപതകളാണ്. അപ്പോൾ ഈ രൂപതകൾ 35 രൂപതകൾ ചേരുന്നതാണ് ഇത് സീറോ മലബാർ സഭ എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വേറെ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി വളർന്നവരൊന്നും. അപ്പം അത് മാത്രമല്ല, ഞാൻ എന്ന് പറയുന്നത് ഒരു കോട്ടയം അതിരൂപത വൈദികനാണ്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള 5 മിഷനുകളിലും സേവനം ചെയ്യുന്ന 5 വൈദികരും കോട്ടയം അതിരൂപതയിൽ ഇൻകാർഡിനേറ്റഡ് ആയിട്ടുള്ള വൈദികരാണ്. അത് ഇപ്പം ഞങ്ങൾ ജ്ഞാനായക്കാരായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി സേവനം ചെയ്യുന്ന അങ്ങനെയുള്ള വൈദികരല്ല, മറിച്ച് കോട്ടയം അതിരൂപതയിൽ തന്നെ ഇൻകാർഡിനേറ്റഡ് ആയിട്ടുള്ള വൈദികരാണ്. ഞങ്ങളെ അയച്ചിരിക്കുന്നത് കോട്ടയം അതിരൂപത അധ്യക്ഷൻ തന്നെയാണ്. ഞങ്ങളെ കോട്ടയം അതിരൂപത അധ്യക്ഷൻ അയച്ച ഞങ്ങളെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് കോട്ടയം അതിരൂപതയെയും കോട്ടയം അതിരൂപത അധ്യക്ഷനെയുമാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇത് ഈ പള്ളി അനുവദിച്ചു തരുമ്പോൾ അഭിവന്ദ്യ പിതാവ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള ലെറ്ററിൻ്റെ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. ജ്ഞാനായ Catholic community constitutes an integral part of Syro Malabar Church. Considering the special historical and cultural heritage and identity of that community, it is now deemed beneficial that the community's different parts of Australia be coordinated and organized under personal missions for better pastoral care, smoother administration and consistent
സ്പിരിച്വൽ ആൻഡ് അതർ പാസ്റ്റർ ആക്ടിവിറ്റീസ്. അപ്പം നമ്മുടെ കൾച്ചറലായിട്ടും അതുപോലെ നമ്മുടെ പാരമ്പര്യങ്ങളുമൊക്കെ നമ്മൾ നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി പ്രത്യേകം ഒരു പാരിഷ് ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നൽകിയിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇതിനോടകം തന്നെ കുട്ടികളെ എങ്ങനെയാണ് നടവിളിക്കേണ്ടത് എന്ന് പരിശീലനം നൽകി. ഉടനെ തന്നെ നമ്മൾ മാർഗംകളി അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് പഠിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികളുടെ. അത് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിശുദ്ധ കുർബാന എന്ന ഒരു തീം നമ്മൾ വിശ്വാസ പരിശീലനത്തിന് ഈ വർഷം എടുക്കുകയും നമ്മുടെ യുവജനങ്ങളെ കൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൂജ്യ വസ്തുക്കൾ, അതിലുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് കൊടുത്ത് അതെന്താണ് എന്നവരെ തൊട്ട് അറിഞ്ഞ് അതിൻ്റെ അർത്ഥങ്ങളും അതെന്തിനുപയോഗിക്കുന്നു എന്നുള്ളതുമൊക്കെ നമ്മുടെ യുവജനങ്ങൾ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാസ കാണുമ്പോൾ എന്താണ് കാസയെന്നും പീലാസ കാണുമ്പോൾ എന്താണ് പീലാസ എന്നുമൊക്കെ അറിഞ്ഞ് അവർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും വലിയ ഒരു നേട്ടമായിട്ട് എനിക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആദ്യ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ 3 ക്ലാസ്സുകൾ ഇതിനോടകം കഴിഞ്ഞു. നമ്മുടെ അഭിവന്ദ്യ പിതാവ് വരുമ്പോൾ ആദ്യ കുർബാന സ്വീകരണവും നമ്മൾ അതോടൊപ്പം നടത്തുന്നുണ്ട്. അതും നമുക്ക് വളരെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. താങ്ക് യു. വിലയേറിയ സമയത്ത് ഇവിടെ നമ്മുടെ ചാനലിൽ വന്നതിന് വളരെ നന്ദി പറയുന്നു. ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു ജോസഫ് അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.